ഹലാസനം ഇതേപോലെ നീണ്ട് നിവർന്ന് കിടക്കുക, റിലാക്സ് ചെയ്യുക, ശ്വാസത്താളൊക്കെ കൃത്യമാക്കാം. ഇനി ദീർഘശ്വാസം എടുത്ത് അതിനനുസരിച്ച് 2 കാല് മേലോട്ട് ഉയർത്തുക 90 ഡിഗ്രിയിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കാല് തലഭാഗത്തേക്ക് കൊണ്ടുവരിക. കാലുമുട്ട് അധികം വളയാതെ വളരെ കംഫർട്ടബിളായിട്ട് കഴിവിനനുസരിച്ച് സാവധാനം കാല് നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എത്രയാണോ നമുക്ക് ഫോർവേഡ് ബെൻഡ് കിട്ടുക അത്ര മാത്രമേ ചെയ്യാവൂ. പറ്റുമെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ശ്വാസം സാധാരണ ശ്വാസഗതിയിൽ ഹോൾഡ് ചെയ്യാം, 10 സെക്കൻഡ് വരെ പറ്റുമെങ്കിൽ. കാലക്രമേണ കഴിവുള്ളവർക്ക് കൂട്ടാം, പറ്റാത്തവർ തിരിച്ചു വരണം, സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. ഇനി സാവധാനത്തിൽ തിരിച്ചു വന്ന് പോയ പോലെ തന്നെ നീണ്ട് നിവർന്ന് കിടക്കുക. പതുക്കെ ശവാസനത്തിൽ റിലാക്സ് ചെയ്യുക, കാല് വിട്ടേക്കുക, കൈകൾ വിട്ടേക്കുക, റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്രാസനാണ്. അപ്പോൾ ഹലാസനം ചക്രാസനം സാധാരണഗതിയിൽ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഗുണകരം. ഇനി സാവധാനം ചക്രാസനം ചെയ്യാനായിട്ട് ഓരോ കാലും മടക്കി വളരെ കംഫർട്ടബിളായിട്ട് വയ്ക്കുക. പാദങ്ങൾ സ്വല്പം വിട്ട് വയ്ക്കുന്നതാണ് ഗുണകരം. ഇനി ഓരോ കൈകൾ തലയുടെ മേലെ തോളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. കംഫർട്ടബിളായിട്ട് ഒരു 1-2 ശ്വാസം എടുത്ത് വിട്ടൊന്ന് കംഫർട്ടബിളാവുക. അതിനുശേഷം ദീർഘശ്വാസം എടുത്ത് സാവധാനം കഴിവിനനുസരിച്ച് ബോഡി പൊക്കുക. പറ്റുമെങ്കിൽ കൈ ഇങ്ങനെ അടുത്തേക്ക് കാലക്രമേണ കൊണ്ടുവരാം, പറ്റുന്നവർ മാത്രം. ഇതേ നിലയിൽ പറ്റുമെങ്കിൽ ദീർഘശ്വാസം എടുത്ത് വിടുക. ഒരു 10 സെക്കൻഡൊക്കെ പറ്റുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. കാലക്രമേണ കഴിവുള്ളവർക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. സാവധാനം പോയ പോലെ തന്നെ തിരിച്ച് പഴയ അവസ്ഥയിൽ വന്നിട്ട് ശവാസനത്തിൽ ഒന്ന് വിശ്രമിക്കാം. കഴിവിനനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ, വളരെ ശ്രദ്ധാപൂർവം.